ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ജെറുസലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന, ദേവാലയത്തിൻ്റെ കളങ്കം ഒഴിവാക്കാൻ ശ്രമിക്കുന്ന, കച്ചവടക്കാരെയും നാണയമാറ്റക്കാരെയും ഒക്കെ പുറത്താക്കുന്ന ക്രിസ്തുനാഥനെ നമ്മൾ ഇന്ന് ഇവിടെ കാണുകയാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. ആത്മരോഷം കൊള്ളുന്ന, ധാർമ്മിക രോഷം കൊള്ളുന്ന ഈശോ കയറുകൊണ്ട് ചമ്മട്ടിയുണ്ടാക്കി നാണയമാറ്റക്കാരുടെ മേശകൾ മറിച്ചിട്ട് മൃഗങ്ങളെ വിൽക്കുന്നവരെയൊക്കെ അടിച്ച് പുറത്താക്കി പ്രാവ് വിൽക്കുന്നവരോടവയെ എടുത്തുകൊണ്ടു പോകാൻ പറഞ്ഞ് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന ഒരു തമ്പുരാൻ. യേശുവിൻ്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്തവരോട് അവൻ പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിച്ചാൽ 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. ഏറെ വ്യത്യസ്തമായ 2 ആശയങ്ങൾ ഈശോ നമ്മുടെ മുമ്പിൽ ഒരേ അഭിപ്രായത്തിൻ്റെ ബലത്തിൽ വെളിപ്പെടുത്തി തരികയാണ്. പ്രിയപ്പെട്ടവരെ, ജെറുസലേം ദേവാലയത്തോട് ഈശോ കാണിച്ച ഏറെ സർഗാത്മകമായ, ഏറെ ദൗത്യ ബോധ്യത്തോടു കൂടിയുള്ള, ആത്മരോഷത്തോടുകൂടിയുള്ള പ്രതികരണം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഹൃദയത്തിലുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടെത്തുന്ന മോശ, അബ്രഹാം, 12-ാമത്തെ അധ്യായത്തിലാണല്ലോ യേശുവിനെ, പിതാവായ ദൈവത്തെ, യഹോവയെ കണ്ടെത്തുക. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റണം. ചെരുപ്പുകൾ ദേവാലയത്തിനുള്ളിൽ അണിയുന്നതിനെ കുറിച്ച് ഇന്ന് ഏറെ ചർച്ചകൾ ഒരുപക്ഷെ നടക്കുന്നുണ്ട്. നമ്മുടെ നാടിൻ്റെ, ഇപ്പം അമേരിക്കയിലോ യൂറോപ്പിലോ വിദേശ രാജ്യങ്ങളിലോ തണുപ്പ് കൂടിയ സ്ഥലങ്ങളാകാം, ആ സ്ഥലത്തിന് അതിൻ്റെതായ പ്രത്യേകതകൾ കാണാം, ആ നാടിന് അതിൻ്റെതായ സംസ്കാരം കാണാം. പക്ഷെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സംസ്കാരമുണ്ടല്ലോ. നമ്മൾ ഏത് ഭവനത്തിൽ പോയാലും അത് ചാണകം മെഴുകിയ തറയുള്ള വീടാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മുടെ ചെരുപ്പുകൾ ഊരി വെച്ചിട്ടാണ് നമ്മുടെ അകത്തേക്ക് കയറുന്നത്. അത് ഭാരതത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള ഒരു സംസ്കാരം. ഒരു ഭവനത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്ന ആ ആത്മാർത്ഥത പോലും ദേവാലയത്തോട് കാണിക്കാൻ നമ്മൾ ഏറെ പേർക്ക് മടിയാണ്. ചെരുപ്പുകൾ പള്ളിക്ക് പുറത്ത് ഊരിയിട്ടിട്ട് പള്ളിക്കകത്ത് കയറണമെന്നത് അമേരിക്കയും യൂറോപ്പുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് അസാധ്യമെന്ന് നമ്മൾ പലരും അങ്ങ് പറഞ്ഞു വെക്കുക. മറ്റൊന്ന് ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യം. സ്ത്രീകൾ സഭയിൽ ശിരോവസ്ത്രം അണിയണം. പൗലോസ് വളരെ കൃത്യമായി കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് സൂചന നൽകുന്നുണ്ട്. സ്ത്രീകൾ സഭയിൽ ശിരോവസ്ത്രം അണിഞ്ഞു വേണം കടന്നു വരാൻ. പൗരസ്ത്യ സഭാ വിഭാഗങ്ങളിലൊക്കെ ഇത് ഉണ്ട് എന്നത് നമുക്കറിയാം. ഇസ്ലാമിക സഹോദരിമാർ പുറത്തിറങ്ങുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. വേണ്ട, ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാഗമായ യാക്കോബായ സമൂഹത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്ന് അച്ഛനൊന്ന് പറഞ്ഞാൽ മതി. അതെവിടെ നിൽക്കുന്ന സ്ഥലമാണെങ്കിലും, വീട്ടിലാണെങ്കിൽ വീട്ടിൽ, ഒരു പൊതുവേദിയിലാണെങ്കിൽ പൊതുവേദിയിൽ പ്രാർത്ഥന തുടങ്ങുമ്പോഴത്തേക്കും യാക്കോബായ സഹോദരിമാർ, പെന്തക്കോസ്ത് സഹോദരിമാർ, മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട മറ്റ് ക്രൈസ്തവ അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവരും ശിരസിൽ ഒരു ഷാള് ഇല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ടാണെങ്കിലും എടുത്ത് തലയിലിടും.
അതവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇതേ സംസ്കൃതിയിൽ ഉദയം ചെയ്തിട്ട് യൂറോപ്പിലൊന്ന് പോയി വന്നു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഒന്ന് പോയി എന്നതിൻ്റെ പേരിൽ നമ്മളൊക്കെ ഇതങ്ങോട്ട് ഒഴിവാക്കി. പള്ളിയിൽ ഞാൻ തലയിൽ തുണിയിട്ടില്ലെങ്കിൽ അച്ഛൻ എന്നാ ചെയ്യും? ഒന്നും ചെയ്യാനല്ല. പക്ഷെ ഇത് നമുക്ക് തോന്നണ്ടേ? പ്രാർത്ഥിക്കുമ്പോൾ, ദേവാലയത്തിലായിരിക്കുമ്പോൾ ശിരോവസ്ത്രത്തോടു കൂടെ നിൽക്കാനായിട്ട് സാധിക്കുക. അത് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. സഭാ മകൾ എന്ന നിലയിൽ ഒരു സ്ത്രീ പുലർത്തേണ്ട അടിസ്ഥാനപരമായ ഒരു മാറ്റമാണ്. എപ്പോഴും വേണമെന്നല്ലല്ലോ. പള്ളിക്കകത്ത് നിൽക്കുമ്പം മതി, പ്രാർത്ഥിക്കുന്ന സമയത്ത് മതി, കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ മതി, പോകുന്ന വഴിക്കെല്ലാം ഇട്ടുകൊണ്ട് നടക്കണമെന്നൊന്നും നമ്മളാരും വാശി പിടിക്കണില്ലല്ലോ. പള്ളിക്കകത്തായിരിക്കുമ്പം എന്തേ എനിക്കത് ചെയ്യാൻ പറ്റാതെ? സാധാരണ ഞായറാഴ്ചകളിലൊക്കെ ചിലരൊക്കെ ഒരു 95% പേരും ചെയ്യാൻ റെഡിയാകുമ്പോൾ കല്യാണം വരുമ്പം നമ്മൾ ചെരുപ്പിടും. കല്യാണം വരുമ്പം പെണ്ണുങ്ങളാരും തലയിൽ തുണിയിടില്ല. അത് സാരിയുടെ കാരണം പറയും, മക്കൾ ഷോൾ എടുക്കാൻ മറന്നുവോ, അല്ലെങ്കിൽ ഈ ഉടുപ്പിനോട് ഷാൾ ചേരത്തില്ലെന്ന് പറയും. കാരണം നമുക്ക് പലതുണ്ടാകാം. പക്ഷേ ദേവാലയത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഉത്തരവാദിത്വ ബോധം വേണ്ടേ പ്രിയപ്പെട്ടവരെ? മൂന്നാമതായ തലമെന്ന് പറയുന്നത് നമ്മൾ ദേവാലയത്തിൽ സംസാരിക്കുന്നത്, വർത്തമാനം പറയുന്നത്, തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരുമായിട്ട് കുശലം പറഞ്ഞും തമാശ പറഞ്ഞും വിശേഷങ്ങൾ പറഞ്ഞുമൊക്കെ സമയം ചെലവഴിക്കുന്നത് പൊതുവേ ഇല്ല, എനിക്കറിയാം. പക്ഷേ ഇതൊരു മരണ അനന്തര ചടങ്ങ് നടക്കട്ടെ, ഒരു കല്യാണം നടക്കട്ടെ, ഒത്തുകല്യാണം നടക്കട്ടെ, നമ്മൾ ആ സമയത്ത് പള്ളിക്കകത്താണ് എന്ന കാര്യം മറന്നു പോവുക. ദേവാലയത്തിൻ്റെ വിശുദ്ധിയെ അത് ഉൾക്കൊള്ളുന്ന ഗൗരവത്തോടെ കാണാൻ നമുക്ക് ആ സമയത്ത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്നു. ദേവാലയത്തിലായിരിക്കുന്നത് ദൈവത്തോട് സംസാരിക്കാനല്ലേ? അപ്പം ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ആ സംസാരം നടക്കണ്ടേ? പ്രാർത്ഥന, നിശബ്ദതയുടെ മേഖലയിൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന പലരും ആ പള്ളിക്കകത്ത് ഇരിപ്പുണ്ട്. എൻ്റെ കലവില കാരണം അവർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ പോകരുതല്ലോ. ഇത് മറ്റുള്ളവരോട് കാണിക്കുന്ന റെസ്പെക്റ്റ് കൂടിയാണ്. ദേവാലയത്തിനുള്ളിൽ സംസാരിക്കുന്ന, ദേവാലയത്തിന് വിശുദ്ധിക്ക് നിരക്കാത്ത പെരുമാറ്റം, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന, ചാറ്റ് ചെയ്യുന്ന പുതിയ ജനറേഷനിലെ മക്കളുമൊക്കെ ഇതൊന്ന് മനസ്സിലാക്കണം. നമുക്കിത് അനുവദനീയമല്ല പ്രിയപ്പെട്ടവരെ. ഒഴിവാക്കണം. നമ്മൾ യേശുനാഥൻ ആഗ്രഹിക്കണില്ല നമ്മളിങ്ങനെയൊക്കെ ആകാൻ. നമുക്ക് ഗൗരവത്തിൽ അതിനെ കാണണം. ദേവാലയത്തിൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്തതെല്ലാം ഈശോ പുറത്താക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കച്ചവട മനസ്ഥിതിയുമായിട്ട് നാണയമാറ്റത്തിൻ്റെ ടോണിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിയാം. ജെറുസലേം ദേവാലയത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയി താമസിക്കുന്ന യഹൂദരും അവിടെ എത്താറുണ്ട്. ദേവാലയത്തിൽ തിരുനാളിനൊക്കെ അവർ വരുമ്പോൾ അവരുടെ കയ്യിലുള്ള ആ രാജ്യത്തിൻ്റെ നാണയത്തെ ഷെക്കലുമായിട്ട് ഒന്ന് മാറിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമൊക്കെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ അതിന് കമ്മീഷൻ്റെ റേറ്റ് പറഞ്ഞ്, തുക പറഞ്ഞ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ വിളിച്ച് ഓളം വെക്കുന്ന ഒരു സംവിധാനം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കാനുള്ള കാളകളും മറ്റ് മൃഗങ്ങളും ആട്ടുമുട്ടന്മാരും ഒക്കെ അവിടെ ഉണ്ട് എങ്കിൽ അത് വിൽക്കുന്നിടത്ത് പോയി വാങ്ങാനുള്ള അവസരം കൊടുക്കാതെ പള്ളിക്കകത്ത് ആൾക്കാരുടെ പുറകെ കൊണ്ട് നടന്ന് വിൽക്കുക. ചില പള്ളികളിലൊക്കെ ഉണ്ടല്ലോ, മെഴുകുതിരി കച്ചവടക്കാർ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ശല്യം ചെയ്ത് ദേവാലയത്തിൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്ത രീതിയിൽ ഈ ഒരു ബിസിനസ് മേഖലയാക്കി അതിനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ നാം തിരിച്ചറിയണം, തിരുത്താനുണ്ട് നമുക്ക്. യേശു പറഞ്ഞ രണ്ടാമത്തെ കാര്യം കൂടെ നമുക്കൊന്ന് ഗവനിക്കണ്ടേ? നിങ്ങളെ ഈ ശരീരം, ഈ ദേവാലയം നശിപ്പിക്കാൻ 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കാമെന്ന് പറഞ്ഞത് അവൻ്റെ മരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ചാണ് എന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കി അവരത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിനർത്ഥം എന്താ? എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്ന് പൗലോസ് ശ്ലീഹ നമ്മളോട് ചോദിക്കുന്നുണ്ടല്ലോ.
അപ്പോൾ നമ്മുടെ ശരീരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ, എൻ്റെ ശരീരമാകുന്ന ദേവാലയത്തിനുള്ളിലേക്ക് ദിവ്യരക്ഷകൻ യേശുനാഥൻ കടന്നു വരുന്നത് എന്നെ അനുഗ്രഹിക്കുവാനും എൻ്റെ ഉള്ളിൽ ദൈവിക പ്രസാദം നിറയ്ക്കാനുമാണ് എങ്കിൽ, ഈ ശരീരമാകുന്ന ദേവാലയത്തിൻ്റെ വിശുദ്ധിക്ക് നിരക്കുന്ന പെരുമാറ്റ രീതികൾ, ആ നാവ് ഉപയോഗിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന വഴികൾ ഒക്കെ എൻ്റെ ശരീരമാകുന്ന ദേവാലയത്തിൻ്റെ വിശുദ്ധിക്ക് നിരക്കുന്ന മേഖലകളാണോ എന്ന് നാം ഗൗരവത്തിൽ ചിന്തിക്കണം. അതിൻ്റെ ഓരോ തലങ്ങളെക്കുറിച്ചും ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. എൻ്റെ നാവിൻ്റെ ദുരുപയോഗം, എൻ്റെ ഈശോയുടെ അധരങ്ങളിൽ നിന്ന് വരേണ്ട വാക്കുകളാണ് എൻ്റെ നാവിൽ നിന്ന് വരേണ്ടത് എങ്കിൽ, ഞാൻ പറയുന്ന ചീത്ത വാക്കുകൾ, തെറിയ്, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ആരുടെ നാവിൽ നിന്നാണ് വരുന്നത്? എൻ്റെ നാവ് പിശാചിൻ്റെ നാവാകാൻ പാടില്ല. ദൈവത്തിന് നിരക്കാത്തതൊന്നും എൻ്റെ നാവിൽ വരാതിരിക്കട്ടെ. എൻ്റെ പെരുമാറ്റ രീതികൾ അത് ഏതെല്ലാം തലത്തിലുണ്ട് എന്ന് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ദേവാലയത്തിൻ്റെ വിശുദ്ധിക്ക് നിരക്കുന്ന സംസാരം, എൻ്റെ ശരീരമാകുന്ന ദേവാലയത്തിൻ്റെ മഹത്വത്തിന് നിരക്കാത്ത ഒരു സംസാരവും വേണ്ട എന്ന് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നാം സൂക്ഷിച്ചിരിക്കുന്ന നമ്പറുകളൊക്കെ ഒന്ന് പരിശോധിക്കുക. എൻ്റെ ജീവിത പങ്കാളി അറിയാൻ കൊള്ളിയല്ലാത്തൊരു നമ്പർ എൻ്റെ ഫോണിൽ ഇല്ല എന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഉറപ്പിക്കാൻ പറ്റുമോ? നമ്മളോട് സംസാരിക്കുന്ന പലരും ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉത്തരവാദിത്വം പേർന്നവരാണ് എന്ന്, വ്യക്തിത്വത്തെ ദൈവിക വ്യക്തിത്വത്തിൻ്റെ, ദൈവിക ആലയത്തിൻ്റെ പവിത്രത നിലനിർത്തിക്കൊണ്ട് നമ്മളോട് സംസാരിക്കുന്നവരാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? വിശുദ്ധിക്ക് നിരക്കാത്ത സംസാരം, പെരുമാറ്റം, ചിന്തകൾ, ഇതൊന്നും ദൈവത്തിൻ്റെ ആലയമാകുന്ന എൻ്റെ ശരീരത്തിൽ എൻ്റെ ദൈവം ആഗ്രഹിക്കണില്ല. അതുകൊണ്ട് ആ മേഖലയിലും ഒരു തിരുത്തൽ നമുക്ക് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മാറണം, ഒരുപാട് മാറണം. കുറച്ചുകൂടെയൊക്കെ ദൈവിക അനുഭവത്തിൻ്റെ, ബോധ്യത്തിൻ്റെ തലത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഈശ്വരൻ